വർഷപ്പൂളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവരും വളരെയധികം ബിസിയാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഏറ്റവും ഈസി ആയിട്ട് എന്ത് നേടാൻ സാധിക്കും, അല്ലെങ്കിൽ ഈസി ആയിട്ട് എന്ത് ഉണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്, ഈസി ആയിട്ട് ഒരു ബട്ടർ എങ്ങനെ ഉണ്ടാക്കാം. ബട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ബട്ടർ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്താണെങ്കിലും കണ്ടു നോക്കുക. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഡബിൾ ക്രീമാണ്. ഇത് പല പേരുകളിൽ നമുക്ക് കിട്ടും. പല സൂപ്പർ മാർക്കറ്റുകളിലും പല ബേക്കറികളിലും മിക്ക കടകളിലും എല്ലായിടത്തും ഇത് കിട്ടും. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ഡബിൾ ക്രീമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് സിംഗിൾ ക്രീം എന്നറിയപ്പെടും, അല്ലെങ്കിൽ ഹെവി ക്രീം എന്നറിയപ്പെടും. എന്താണെങ്കിലും മിൽക്കിൻ്റെ ക്രീം അത് മേടിക്കുക. അതിനുശേഷം സാധാരണ ഒരു ബോട്ടിലെടുക്കുക. ഓക്കെ, അതിലേക്ക് ഇത് ഒഴിക്കുക. അതിനുശേഷം നമുക്ക് അടപ്പ് കൊണ്ട് ശരിക്ക് ക്ലോസ് ചെയ്യാം, ശരിക്ക് ടൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ബോട്ടിൽ ശരിക്ക് കുലുക്കണം. ഓക്കെ, ശരിക്കും നമ്മൾ ശരിക്ക് കുലുക്കണം. ഓക്കെ, കുറച്ച് നേരത്തെ നമ്മുടെ ശരിക്ക് കുലുക്കുന്നതിന് ശേഷമുള്ള അവസ്ഥ ഇതാണ്. ഓക്കെ, ബട്ടർ ജനറേറ്റ് ചെയ്ത് വരുന്നു, പക്ഷെ പൂർണ്ണമായിട്ടും ആയിട്ടില്ല. അതിനുശേഷം ഇതിലേക്ക് ഒരല്പം ഉപ്പ്. ഓക്കെ, ഒരല്പം ഉപ്പ്. അപ്പോൾ ഉപ്പ് അതിൻ്റെ ഇടാം. അതിനുശേഷം ഒരല്പം പച്ചവെള്ളം, സാധിക്കുമെങ്കിൽ തണുത്ത വെള്ളം ഇടാൻ ശ്രമിക്കുക. തണുത്ത വെള്ളം ഒരല്പം ഒഴിക്കുക. ഓക്കെ, എന്നിട്ട് പിന്നെയും ക്ലോസ് ചെയ്യുക. പിന്നെയും ശരിക്ക് ഇളക്കുക. നിങ്ങൾക്ക് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുപ്പിക്കകത്ത് ബട്ടർ കട്ട കൂടി കിടക്കുന്നത് കാണാം. ഓക്കെ, വെള്ളമല്ലാതെ കിടക്കുന്ന നിങ്ങൾക്ക് കാണത്തില്ലേ, അതായത്. ഓക്കെ, നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് ബട്ടർ തന്നെ സെപ്പറേറ്റ് മാറ്റിയെടുക്കാം. ഇതിനകത്ത് ഈ മിൽക്ക്, അതായത് ഇതും ബട്ടർ മിൽക്കാണ്, നമുക്കത് ഒഴിച്ച് മാറ്റി വെക്കണം. ആദ്യം വെള്ളം മാത്രം നമുക്ക് മാറ്റാം, അതായത് ബട്ടർ മിൽക്ക് മാത്രം മാറ്റാം. അതിനുശേഷം വേണമെങ്കിൽ ഒരല്പം കൂടെ തണുത്ത വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിക്കാം. ശേഷം നമുക്ക് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് തണുത്ത വെള്ളം ഇത് ചെല്ലുമ്പോൾ നമുക്കിത് ഈ ഒരു ബട്ടർ സെപ്പറേറ്റ് ചെയ്യാൻ വളരെയധികം എളുപ്പമുണ്ടാവും. ശേഷം ആ വെള്ളവും നമുക്ക് ഇതുപോലെ മാറ്റാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഈ ബട്ടർ ഇതുപോലെ പ്ലേറ്റ് എടുത്ത് ഒരു പാത്രം എടുത്ത ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2 അല്ലെങ്കിൽ 3 ആഴ്ച വരെ ഈസി ആയിട്ട് സൂക്ഷിക്കാം, ഒരു കുഴപ്പവുമില്ല. ഓക്കെ, ഇതിനായിട്ട് ഞാൻ ചെറിയൊരു എളുപ്പ വഴിയും കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കുറേ നമ്മൾ സമയം കുലുക്കി കുപ്പി കുലുക്കി മടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയിലിട്ട് അത് ഗ്രൈൻഡ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം, മിക്സിയിലിടുമ്പോൾ അതിൻ്റെ അകത്ത് ബ്ലേഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒട്ടും തന്നെ മൂർച്ചയില്ലാത്ത
ഒട്ടും തന്നെ മൂർച്ചയില്ലാത്ത ബ്ലേഡ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം സാവധാനം ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ അതനുസരിച്ച് കുറച്ചുകൂടി കൂട്ടാൻ ആവശ്യമുണ്ടെങ്കിൽ കൂടുതലാണെങ്കിൽ കൂടുതൽ അല്ലെങ്കിൽ കുറവാണ് കുറവ് അനുസരിച്ച് നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യുക. ഈ കുലുക്കുന്നതിൻ്റെ ആ ബുദ്ധിമുട്ടൊന്ന് മാറി കിട്ടുകയും ചെയ്യും, നല്ല അടിപൊളി ബട്ടർ കിട്ടുകയും ചെയ്യും. ഓക്കെ, പക്ഷേ കുലുക്കി കിട്ടുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കാവുന്നുള്ളൂ. ഞാൻ ഉണ്ടാക്കിയത് പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ, നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ ബോട്ടിലാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനി കുലുക്കുന്ന ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ മാക്സിമം കുലുക്കുക. കുലുക്കിയ ശേഷം നിങ്ങൾക്ക് മടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ട് വേണമെങ്കിൽ നമുക്ക് മിക്സി നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ എന്താണെങ്കിലും കുപ്പിയിൽ കുലുക്കി കിട്ടുന്ന അത്രയും ഒരു ടേസ്റ്റോ അല്ലെങ്കിൽ അതുപോലെ ഒരു കണ്ടൻറ്റ് നമുക്ക് മിക്സിയിൽ ഇട്ടാക്കി കിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും, നിങ്ങളുടെ സ്വന്തം ജോബി വലിയ. അതുവരേക്കും ഷോപ്രായി. കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കുമായി ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ജോബി വയലിങ്കൽ.